ഞങ്ങൾക്ക് ഏകദേശം ഒരു 40 to 50 ക്ലയൻസ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും മേജർ ക്ലയൻസ് ഞങ്ങളുടെ അഡാനി ഗ്രൂപ്പ്സാണ്. അഡാനി ഗ്രൂപ്പ്സിൻ്റെ അഡാനി പോർട്സ് ഞങ്ങൾ അവരുടെ 14 പോർട്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇതായതുകൊണ്ട് അവർ ആദ്യം നമ്മളോട് ചോദിച്ചു, വിഴിഞ്ഞം പോർട്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്യാൻ യു ഏബിൾ ടു ഹാൻഡിൽ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും അതൊരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ് നമുക്ക്. ഇനിയിപ്പോൾ 2028 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഫുൾ ഓപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് വേക്കൻസികൾ വരും. അദാനിയുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിവിഷനുണ്ട്. അദാനി സ്കിൽസും അസാപ്പും കൂടെ ചേർന്നിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടുന്ന മോസ്റ്റ്ലി ആൾക്കാരെല്ലാം പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ്, പലതരം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ മീൻസ് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ബാക്കി പല റിലേറ്റഡ് ആയിട്ടുള്ള പല ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഡ്രൈവേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടുതലുണ്ട്. ഇപ്പം ഞാൻ ചെങ്ങന്നൂരുള്ള ഒരു ITO ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഏകദേശം 100 പേർക്ക് ജോലി, അത് 25,000 രൂപ സാലറി, ഫ്രീ, ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഓവർ ടൈം കൊടുക്കും, ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യം. പഠിത്തം കഴിഞ്ഞ ഉടനെ കിട്ടും. പഠിത്തം കഴിഞ്ഞ് ITA പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ITA-ക്കാർ ഫ്രഷ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ CV അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമസ്കാരം. സീഗൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സുരേഷ് കുമാറുമായുള്ള അഭിമുഖത്തിൻ്റെ 2ാം ഭാഗമാണിത്. റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിദേശത്തും സ്വദേശത്തും അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വെല്ലുവിളികളൊക്കെയാണ് ആദ്യ എപ്പിസോഡിൽ പരിശോധിച്ചതെങ്കിൽ സീഗൾ തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിരുന്നില്ല. സീഗൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ റിക്രൂട്ട്മെൻറ്റ്, എങ്ങനെ നിങ്ങൾക്ക് വിഴിഞ്ഞത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അവിടെ തിരികെ കയറാനുള്ള സാധ്യതകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം. ഡൊമസ്റ്റിക് മാർക്കറ്റ് നിങ്ങൾ എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ വർക്കിൽ ഡൊമസ്റ്റിക്കിൻ്റെ എത്ര ആളെ സപ്ലൈ ചെയ്യുന്നത്? ഡൊമസ്റ്റിക് മാർക്കറ്റിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 വർഷമായിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിനകത്ത് നമ്മൾ എൻ്റർ ചെയ്തത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 40 to 50 ക്ലയൻസ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും മേജർ ക്ലയൻസ് ഞങ്ങളുടെ അഡാനി ഗ്രൂപ്പ്സാണ്. അഡാനി ഗ്രൂപ്പ്സിൻ്റെ അഡാനി പോർട്സ് ഞങ്ങൾ അവരുടെ 14 പോർട്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അദാനി പ്രോപ്പർട്ടീസ്, മറ്റേ ധാരാവി റീഡെവലപ്മെൻറ്റ്, ഏകദേശം 768 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അവർ റീഡെവലപ്മെൻറ്റ് ചെയ്യുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ധാരാവിയിലെ ഫുൾ ചേരി മാറ്റിയിട്ട് അത് അദാനി ആൾറെഡി ടേക്ക് ഓവർ ചെയ്യും. അവിടെ എതിർപ്പൊന്നുമില്ല. അതിന് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ അദാനിയുടെ 768 ഏക്കർ ലാൻഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 68 ഏക്കർ ലാൻഡ് മതിയായിരിക്കും ഇത്ര ആൾക്കാർ റീഹാബിലിറ്റേറ്റ്. 7 ലക്ഷം ആൾക്കാർ എവിടേക്കാണ് ചെയ്യുന്നത്? ബോംബെയിൽ മാറ്റുവാണോ? ബോംബെ തന്നെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് 768 ഏക്കർ ലാൻഡാണ് അവരുടെ ഈ അതാണ് ഈ ധാരാവിയുടെ ഉള്ളത്. അതിനകത്തൊന്നും ഒരു അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചാൽ 68 ഏക്കർ ലാൻഡ് ഈ റീഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങും ബാക്കിയുള്ള ഫെസിലിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ 700 ഏക്കർ പ്രൈം ലൊക്കേഷനാണ്. ബാന്ദ കുർള കോംപ്ലക്സ് നെക്സ്റ്റ് ആണ് ഇന്ത്യ. ബോംബെയിലെ ആ പ്രോജക്റ്റ് ഏകദേശം ആയി ആൾറെഡി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റുകളെല്ലാം ഞങ്ങൾ ചേരി എന്ന് പറയുന്നത് ഒരുമിച്ചല്ലോ കിടക്കുന്നതാണോ? ആ ഒരു ചേരി ഒരു വലിയൊരു എല്ലാം കൂടാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ചേരി അവിടെ ഇവിടെ അതിൻ്റെ ഇടയ്ക്കൂടെ റോഡുകളുണ്ട്. ഇപ്പം പുതിയ അണ്ടർഗ്രൗണ്ട് മെട്രോ വരുന്നത് ധാരാവി സ്റ്റോപ്പുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ധാരാവി എന്ന് പറയുന്ന ഈ ചേരിയില് മറ്റു വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. ആദ്യം അത് പണ്ട് രാജീവ് ഗാന്ധിയുടെ സമയത്ത് അവർ റീഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6-7 സ്റ്റോറി ആയിട്ടുള്ള 3-4 ബിൽഡിങ്ങുകൾ. അതല്ല ഈ ധാരാവി റീഹാബിലിറ്റേഷൻ അല്ല, വേറുള്ള ഒരു ഇതുമില്ല. അവിടെ ചെറിയ ഈ അങ്ങനെ വരുന്നത് അങ്ങനെ ബോംബെയിൽ അങ്ങനെ അത്രയും ഇത് പണ്ട് പോലെ ഇത് ധാരാവി ഒരു അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആയിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആരും അതിന് റീഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിട്ടില്ല. രാജീവ് ഗാന്ധിയുടെ സമയത്ത് മാത്രം കുറച്ച് അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ബിൽഡിങ്ങുകളൊക്കെ അദാനിയുമായിട്ട് സർക്കാർ ധാരണയിലെത്തിയത് അദാനി ടേക്ക് ഓവർ ചെയ്തപ്പോൾ അതിന്റെ ഒരു പ്രൊജക്ട്സ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ചോദ്യം, അത് അവിടെ എതിർപ്പുണ്ടായിരുന്നില്ല? എതിർപ്പുണ്ടായി. ഇടയ്ക്ക് വെച്ച് അത് നല്ല ഫുൾ സ്വിംഗിൽ അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇലക്ഷൻ വന്നത്. മഹാരാഷ്ട്ര ഇലക്ഷൻ വന്ന സമയത്ത് ഉദ്ധവ് താക്കറെയുടെ ഫ്രാക്ഷൻ BJP-യുടെ തെറ്റിയതുകൊണ്ട് ഉദ്ധവ് താക്കറെ കുറെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അജിറ്റേഷനൊക്കെ നടത്തിയിട്ട് കുറച്ച് ദിവസം അവിടെ അതിന്റെ ഇതുവരെ ഈ ആൾക്കാരെ എന്താ പറഞ്ഞാൽ ഇവാക്യുവേറ്റ് ചെയ്യാനോ വേറെ ഒന്നും പരിപാടിയുടെ തുടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് വേണ്ടുന്ന എല്ലാ റിക്രൂട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ പൊസിഷനിലുള്ള ആൾക്കാരെയൊക്കെ അവർ റിക്രൂട്ട് ചെയ്ത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് സ്റ്റേജിലുള്ള റിക്രൂട്ട്മെന്റ്സുകളൊക്കെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പാർലമെന്റ് ഇലക്ഷൻ വന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത മഹാരാഷ്ട്ര ഇലക്ഷനോടെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ലോ ഡൗൺ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന 68 ഏക്കറിൽ മൾട്ടി സ്റ്റോർ ബിൽഡിങ്സ് ഉണ്ടാക്കി അവിടേക്ക് ആളെ മാറ്റും.
അവർ അവരുടെ അത് കറക്റ്റായിട്ടുള്ള ഐഡിയാസ് നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അവിടെ നിന്നുള്ള അറിഞ്ഞിടത്തോളം അവർ അവിടെ തന്നെ ആയിരിക്കും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്. അവർ പുറത്തേക്ക് ബാക്കിയുള്ളവർ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ കേട്ടെന്നിരിക്കത്തില്ല. അപ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെ ഒരു പാർട്ട് ഒരു 10-15% ഓഫ് ലാൻഡ് അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 90-85% ഇവർക്ക് ഡെവലപ്പ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്താണ് ബാന്ദ്ര കുർള കോംപ്ലക്സ്. ഇപ്പോൾ അംബാനിയുടെ മകൻ്റെ കല്യാണം നടന്നത് അവിടെ നിന്നൊരു സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈ വാല്യൂ ഉള്ള സ്ഥലമായി മാറും. അതും എയർപോർട്ടിൽ നിന്നൊരു 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ, ദാദറിൽ നിന്ന് 10 മിനിറ്റ്. അപ്പോൾ ഈ ഒരു പ്രൈം ലൊക്കേഷനാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാന്താക്രൂസ് എയർപോർട്ടിൽ നിന്നല്ലേ, ഇന്റർനാഷണൽ എയർപോർട്ട് രണ്ടും ഇപ്പോൾ സെയിം എയർപോർട്ടിൽ. സാന്താക്രൂസും സാഹറും ഡൊമസ്റ്റിക്കും ഇതുണ്ടല്ലോ, അടുത്തടുത്താണല്ലോ. അത് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സൈഡിൽ കാണുന്ന ആ സാധനമാണോ ഈ ധാരാവി? നമ്മൾ എയർപോർട്ടിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ബാൻഡ്രയും കഴിയുമ്പോഴാണ് ധാരാവിക്ക്. സയനിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ആണ് മാട്ടുങ്ക എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നിടത്താണ് ഈ ധാരാവി എന്ന് പറയുന്നത്. ധാരാവിയാണ് ഏറ്റവും വലിയ ചേരി, ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ്. ബാക്കി പലയിടങ്ങളിലും ചേരിയില്ലേ? ചേരികളൊക്കെ ഉണ്ട്, അതൊക്കെ പലതും റീകൺസ്ട്രക്ഷൻ. പക്ഷേ ധാരാവിയുടെ ഇത്രയും ലാൻഡുള്ള വേറൊരു ചേരി കുറവായിരിക്കും. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെന്റ് അതിൻ്റെ ഞങ്ങൾ പറഞ്ഞില്ല, വളരെ സീനിയർ ആയിട്ടുള്ള പൊസിഷൻസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഇപ്പോൾ അംബുജ സിമെൻറ്റ്സ്, അദാനി ഇപ്പം കുറേ സിമെൻറ്റ് കമ്പനികളൊക്കെ അക്യൂർ ചെയ്ത്, അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ മുഴുവൻ അദാനി സിമെൻറ്റ്സ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടാൻ പോകുന്നത്. ആ ACC സിമെൻറ്റ്, അംബുജ സിമെൻറ്റ്, അതിൻ്റെ കുറേ റിക്രൂട്ട്മെൻറ്റ്സുകൾ ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് അദാനി പോർട്സിൻ്റെയാണ്. ഞങ്ങൾ അദാനി പോർട്സുമായിട്ട് അവരുടെ പല പോർട്ടും മുണ്ട്രയും ദഹേജും പിന്നെ കാട്ടുപട്ടണം, ചെന്നൈയിലുള്ള പോർട്സ്, ഇതിൻ്റെ എല്ലാം ഞങ്ങൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് അപ്പോഴാണ് മുണ്ട്രയിൽ എത്ര പേരെ അവർക്ക് വേണ്ടത്? മുണ്ട്രയിൽ എത്ര പേരെ വേണ്ടത്? മുണ്ടയിൽ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ. അവർക്ക് അതൊരു മാസം ഒരു 30-40 ആൾക്കാരുടെ റേഞ്ചിലൊക്കെയാണ്. അത് മുണ്ട്രയും ബാക്കിയുള്ള എല്ലാ എയർപോർട്ടിലും അവർക്ക് വേറെ ആൾക്കാരുണ്ട്. പണ്ട് മുതലുള്ള അവരുടെ കൺസൾട്ടൻസും കാര്യങ്ങളും പുതിയത്. പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഞങ്ങൾക്ക് വിഴിഞ്ഞം പോട്ട്, പ്രത്യേകിച്ച് ഞാൻ മലയാളി ആയതുകൊണ്ടും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇതായതുകൊണ്ട് അവർ ആദ്യം നമ്മളോട് ചോദിച്ചു, വിഴിഞ്ഞം പോർട്ടിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്യാൻ യു ഏബിൾ ടു ഹാൻഡിൽ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും അതൊരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ് നമുക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു കഴിഞ്ഞ 7-8 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കൊച്ചി ഓഫീസ് വെച്ചിട്ട് തന്നെയായിരുന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മൾ നടത്തിയത്. അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 45 ആൾക്കാരെ DP വേൾഡ് ദുബൈയിൽ നിന്ന് തന്നെ വിളിപ്പിച്ചു. പിന്നെ നക്കിലത്ത് അങ്ങനെയുള്ള സിംഗപ്പൂരിൽ നിന്നുള്ള പോർട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ എടുത്തിട്ടാണ് അന്നേരം ഏകദേശം 60-70 ആൾക്കാരുടെ, അതെന്ന് പറഞ്ഞാൽ ഈ വളരെ ടോപ്പായിട്ടുള്ള പൊസിഷൻസാണ്. അത് മറ്റേ എയർപോർട്ടിൽ മറ്റുള്ള പോർട്ട് പിന്നെ ഇന്ത്യയിൽ നമ്മൾ JM ബാക്ഷി എന്നൊക്കെ പറഞ്ഞുള്ള കമ്പനി എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ ഇപ്പോഴും ഇതുവരെ അവർ ഒരാളിനെ പോലും ഒരു ഫ്രഷ് ഹാൻഡിനെ എടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു 3 ദിവസം ഉണ്ട്. നന്നായി പറഞ്ഞ ഷാജിട്ടൻ അന്നില്ല, എനിക്ക് കാണാൻ പറ്റില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് അവരുടെ അദാനിയുടെ ഫുൾ ടീം, അവിടെ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ടീം അഹമ്മദാബാദിൽ നിന്നും വന്ന് ഇവിടെ നിന്നുള്ള ടീം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷനും എഞ്ചിനീയറിംഗ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ചെയ്ത്. അതിൻ്റെ ഒരു കഥയിലൊക്കെ പറയാം. അന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ച കാര്യമാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദാനി ഇപ്പോഴത്തെ ലോക്കലിലുള്ള റിക്രൂട്ട്മെൻറ്റ് എല്ലാം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ പേപ്പറിനകത്തൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത്, പിന്നെ ഇവിടുന്ന് ഗവൺമെൻറ് തലത്തിലൊക്കെ കുറേ റെഫറൻസിലൊക്കെ കൂടെ ഏകദേശം ഒരു 8000-ൽ പരം CV നമുക്ക് കിട്ടി. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് ഇവിടെ അദാനി പോർട്ടിൻ്റെ വിഴിഞ്ഞത്തിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ 8000 CV കിട്ടിയതിനകത്തു നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3000 ആൾക്കാർ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ശരിക്കും മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ലോക്കലി എന്നുള്ള ആയതുകൊണ്ട് 3000 ആൾക്കാരെ നമ്മൾ അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. അത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഈ ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എല്ലാവർക്കും ഈ ഓൺലൈൻ ടെസ്റ്റ് അദാനിയാണ് അതൊരു ഓൺലൈൻ ടെസ്റ്റാണത്. അത് അദാനി തന്നെയാണ് സെറ്റ് ചെയ്തത്. നമ്മൾ ഓൺലി ജസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല, അതിനകത്ത് നമ്മുടെ ഒരു റോളും ഇല്ല. അതെല്ലാം ഇവാലുവേഷനും ബാക്കിയുള്ള എല്ലാം ചെയ്യുന്ന അവരുടെ സിസ്റ്റമാണ്. ഇതെല്ലാം AI ഡ്രിവൺ ആയതുകൊണ്ട് അവരാണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് ഏകദേശം 700-800 ആൾക്കാർ മാത്രമാണ് ഈ ഓൺലൈൻ ടെസ്റ്റ് പാസ്സായത്. അപ്പോൾ 700 ഈ 8000-ൽ നിന്ന് 700 പേര് എന്ന് പറഞ്ഞാൽ റേഷ്യോ തന്നെ നോക്കി. അപ്പോൾ എത്ര വേക്കൻസി എടുക്കാനായിരുന്നു? അവർക്ക് ഏകദേശം ഒരു 200 പേരുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർക്ക് കോൾ ലെറ്റർ അയച്ച് ഏകദേശം 300 ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അയച്ച് 250 പേര് 3 ദിവസമായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഇൻ്റർവ്യൂ ചെയ്ത്. പക്ഷെ നമുക്ക് കിട്ടിയ ടോട്ടൽ അവരുടെ റിക്വയർമെൻറ്റ് 35 ആൾക്കാരാണ്. 8000-ൽ നിന്ന് 35 പേരെ നമുക്ക് കിട്ടിയത്. വേക്കൻസി ബാക്കി കിടക്കുക. പിന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഇവിടെ ഇപ്പം 12th ഇനാഗുറേഷൻ ചെയ്യണം. ഈ പല പൊസിഷൻസും ഇവർക്ക് പുതിയ പല കോൺട്രാക്റ്റുകൾ ഇപ്പം കിട്ടിയിട്ടുണ്ട്. മറ്റേ MSC ക്രൂസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഇത് വരുമ്പോഴത്തേക്ക് ജൂലൈ 10 ഉള്ളിൽ ഇത്രയും ആൾക്കാരെ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ സോഴ്സ് അനുസരിച്ചിട്ട് വിദേശത്തുള്ളവരും ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ഓൺലൈനിൽ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ്
ആ അത്യാവശ്യത്തിന് ഇവിടെ വേണ്ടിയിട്ട് ഇനാഗ്രേഷൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചെയ്ത് ഇനിയിപ്പോൾ ഉടനെ ഈ മാസം ലാസ്റ്റിനുള്ളിൽ തന്നെ ഒരു 100 പേരെയും കൂടെ നമുക്ക്. ഇപ്പോൾ ഇതെന്താ മാനദണ്ഡം? നിങ്ങൾ ഈ 35 പേരിൽ എടുക്കുക, ബാക്കിയുള്ള ഒഴിവാക്കാൻ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, അവരുടെ ടീം. ഇതിന് 2-3 ലേയേഴ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ്. ഇപ്പോൾ ഷാജിനേട്ടൻ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സിന് വെച്ചിട്ടോ ഹാഫ് നോളജ് ഉള്ളവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. യു നീഡ് എ പ്രോപ്പർ പേഴ്സൺ ടു റൺ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാം വെച്ച് ഇനിയിപ്പോൾ അവർ ഉടനെ തന്നെ 100 ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫേസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് 5000 ആൾക്കാരെ അവർക്ക് എടുക്കണം. ഞാൻ ഇന്നലെ ഇവിടത്തേക്ക് 5000 ആൾക്കാരുടെ റിക്വയർമെന്റ്സ് ആണ് ഇപ്പം. അത് ഇവിടെ ഉള്ളവർ, അത് ഇപ്പം കേരള ഗവൺമെൻറ് അദാനിയുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിവിഷൻ ഉണ്ട്. അദാനി സ്കിൽസും അസാപ്പും കൂടെ ചേർന്നിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടുന്ന മോസ്റ്റ്ലി ആൾക്കാരെല്ലാം പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ്, പലതരം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ മീൻസ് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ബാക്കി പല റിലേറ്റഡ് ആയിട്ടുള്ള പല ഓപ്പറേറ്റേഴ്സ്, പിന്നെ ഡ്രൈവേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് കൂടുതലുണ്ട്. അപ്പോൾ അതെല്ലാം, പിന്നെ സെക്യൂരിറ്റി ഗാർഡ്സ്, അതെല്ലാം നിങ്ങളായിരിക്കും എടുക്കുന്നത്? അല്ല, അത് ഒരു ശരിക്കും ഇവിടെ ഈ അസാപ്പ് ത്രൂ ആയിരിക്കും അവരെടുക്കാൻ സാധ്യതയുള്ളപ്പോൾ അത് തിരികെ കയറുമായിരിക്കും സഖാക്കളൊക്കെ. എനിക്കറിയത്തില്ല. അപ്പം അത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. കാര്യം അത് ഇവിടെ അവർക്ക് കിട്ടാത്ത പൊസിഷൻസ്, ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ഇതിനകത്ത് സോഴ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവരതൊക്കെ ചെറിയ പൊസിഷൻ എന്നൊക്കെ ഇപ്പോൾ ആർക്കും കൊടുക്കുക. അതിന് കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമില്ല. അവർ ഞങ്ങളെപ്പോലുള്ള ഒരു കൺസൾട്ടൻ്റ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടുള്ള പൊസിഷൻസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറയും. എന്നിട്ട് ഇപ്പം നമ്മൾ അടുത്ത അവരുടെ ഒരു ഫേസിനകത്ത് നമ്മുടെ തന്നെ പേറോളായിരിക്കും ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്. അദാനിയുടെ പേറോളായിരിക്കത്തില്ല, കുറച്ച് പേരെയൊക്കെ നമ്മുടെ പേറോളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ അതുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. പക്ഷേ ഭയങ്കര സാധ്യതകളാണ് വരുന്നത്. ഇനിയിപ്പോൾ 2028 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഫുൾ ഓപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് വേക്കൻസികൾ വരും. അദാനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടോ ഈ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച്? പിന്നെ അവർക്ക് ഭയങ്കര പ്രതീക്ഷയാണല്ലോ, അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇതൊക്കെ. അതിൻ്റെ സ്കോപ്പ് ശരിക്കും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട. ഇവിടെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങൾ അതോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലേ, അവർക്ക് വളരെ സാധ്യതകളാണ്. ഇപ്പോൾ കൊളംബോയിൽ നിന്നാണ് ആൾക്കാർ അവർ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. കൊളംബോ അദാനിയാണ് പോർട്ട് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കൊളംബോ പോർട്ടും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ. ഇന്റർനാഷണൽ ഷിപ്മെന്റിന്റെ ഒരു വലിയ സാധ്യത. കാര്യം ഇന്ന് കൊളംബോയും സിംഗപ്പൂരും ആണല്ലോ ഇപ്പം മികച്ചിരിക്കുന്നത്. അതിനൊക്കെ ഏറ്റവും വലുതായിട്ട് ട്രാൻസ്ഷിപ്മെന്റും ഫസ്റ്റ് സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനലല്ലേ വരുന്നത്. അപ്പോൾ കരുണാദാനി തന്നെ അന്നത്തെ മറ്റേ ഇനാഗുറൽ സ്പീച്ചിനകത്ത് പുള്ളി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ അവരത് ചെയ്യും തീർച്ചയായിട്ടും. കാര്യം ഇന്ന് അവർക്ക് എന്ത് കാര്യങ്ങളും അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാനുള്ള കഴിവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഈ പറയുന്ന ഡൊമസ്റ്റിക് ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഇത്ര പേരെ 200 പേരെ വേണമെന്ന് പറഞ്ഞു, ഇന്റർവ്യൂ ഇത്രയും കഷ്ടപ്പെട്ട് 30 പേരെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ? കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇതൊരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ്. പിന്നെ അവർക്കും അതേമാതിരി നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം നമ്മളത് ചെയ്തു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 30 പേരോ 40 പേരെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു 100-120 പേരെ ഞങ്ങൾക്ക് സോഴ്സ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും 2 to 3 ലേയേഴ്സ് ഓഫ് സ്ക്രീനിങ് ഉണ്ട് ആൾക്കാർ. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ്സിന് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ സോഴ്സ് ചെയ്യും. ആദ്യം ആ സോഴ്സിങ് എക്സിക്യൂട്ടീവ് ഇത് ചെയ്യും, അതിൻ്റെ ടീം ലീഡർ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടെക്നിക്കൽ മാനേജർ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷൻ മാനേജർ, ഇത്രയും പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒരു CV ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലയൻറ്റിന് 1:3 റേഷ്യോയിലേക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു വേക്കൻസി ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു 3 CV അവർക്ക് സബ്മിറ്റ് ചെയ്യും. അതിനകത്തുനിന്നാണ് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ കേരളത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഞാനന്ന് പറഞ്ഞില്ലേ, ദുബൈയിൽ നിന്നൊക്കെ പലരും ആൾക്കാരും ഇവിടെ ജോയിൻ ചെയ്ത് ദുബൈ കിട്ടുന്ന സാലറിയൊക്കെ കുറച്ചിട്ടാണ്. കാരണം പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ വന്ന് സെറ്റ് ചെയ്യണം. അവർക്കറിയാം ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്. ഇന്ന് അവർ ഏതെങ്കിലും ഒരു മിഡിൽ മാനേജ്മെൻറ്റ് പൊസിഷന് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അവർക്ക് ടോപ്പ് ലെവലിലെത്താം. അങ്ങനെ പലരും വന്നു. ഞങ്ങൾ ദുബൈയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച് 90% ആൾക്കാരും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അതിനകത്ത് ഒരു 90% ആൾക്കാർ സെലക്റ്റായി. മനസ്സിലായി. അല്ല, അപ്പം ഈ സാധാരണക്കാർക്ക് നിങ്ങളിവിടെ ഏതാനിപ്പോൾ ജോലി കൊടുക്കത്തില്ല? സാധാരണക്കാരുടെ ജോലി ഞങ്ങൾക്കല്ല തരുന്നവർ. ഞാൻ പറയില്ല, ഞങ്ങൾ ഈ ബ്ലൂ കോളർ റിക്വയർമെൻറ്റ്സ് നമുക്കില്ല. ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഫ്യൂച്ചറിൽ ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളിപ്പോഴും സാധാരണക്കാർക്ക് ജോലി, ഇപ്പോൾ ഞാൻ നമ്മുടെ ഇൻ്റർനാഷണൽ ഡിവിഷന് വേണ്ടിയിട്ട് ദുബൈയിൽ ഒരു വലിയൊരു സെമി ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ വേണം. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം അവർ ഫ്രഷ് IT എടുക്കാൻ തയ്യാറാണ്.
ഇപ്പോൾ ഞാൻ ചെങ്ങന്നൂരുള്ള ഒരു IT ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഏകദേശം 100 പേർക്ക് ജോലി, 25,000 രൂപ സാലറി, ഫ്രീ, ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഓവർ ടൈം കൊടുക്കും, ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യം. പഠിത്തം കഴിഞ്ഞ ഉടനെ കിട്ടും. പഠിത്തം കഴിഞ്ഞ് ITA പാസ്സായി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ITA-ക്കാർ ഫ്രഷ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ CV അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേമാതിരി ഞങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കിപ്പോൾ ITISും ഡിപ്ലോമക്കാർക്കും ജോലി ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും, എഞ്ചിനീയേഴ്സിന് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഇന്ന് ITI അല്ലെ പോളിടെക്നിക്കൽ ഈ ITA-യുടെ കാര്യം പറഞ്ഞാൽ ഏകദേശം ഒരു 15,700 ITIs ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ഏകദേശം ഒരു 10-40 ലക്ഷം ITA എന്നുള്ള സ്റ്റുഡൻസ് തന്നെ പാസ്സായി വരുന്നുണ്ട്. കേരളത്തിൽ ഒരു സമയത്ത് ITA ഏറ്റവും കൂടുതൽ ITA ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൽ ITA എന്ന് പറഞ്ഞാൽ ആരുമില്ല, എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ITA-കളിലൊന്നും ആൾക്കാർ കിട്ടാതായി. അപ്പോൾ ITA-യിൽ നിന്ന് പാസ്സായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ പല ITA-കളോട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ ഫസ്റ്റ് ഇയർ ITA-യുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ വലിയ MNCs, മാരുതി ഉദ്യോഗ് അല്ലെന്നുണ്ടെങ്കിൽ L&T, ബാക്കിയുള്ള എല്ലാ ഓർഗനൈസേഷൻസും അവരെ സ്പോൺസർ ചെയ്തിട്ട് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോവുക. സെക്കൻഡ് ഇയർ അവർ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാന്റിലാണ്. അപ്പോൾ 2 ഇയർ കഴിയുമ്പോൾ ITA പാസ്സാവും, അവർക്ക് ജോലി മാരുതി ഉദ്യോഗിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ കിട്ടും. പക്ഷേ നേരെ മറിച്ചൊരു എഞ്ചിനീയർ 4 വർഷം 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും ആരും നോക്കാനില്ല. പക്ഷേ ആളുകൾക്ക് ഇത് അറിയത്തില്ലെന്ന് തോന്നുന്നു. ITA-യിൽ ഒരുപാട് ഇപ്പോൾ നമ്മൾ ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചിയിൽ, ഞങ്ങൾ സ്ഥിരം ഇൻ്റർവ്യൂസ് നടത്തുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ആൾക്കാർ ഇപ്പം ഓട്ടോമൊബൈലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവരെല്ലാം 100% പ്ലേസ്മെൻറ്റാണ്. അതേമാതിരി ഒരുപാട് ഇപ്പോൾ UP ബീഹാറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ITIs ഉള്ളത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് പണ്ട് ഈ 70s തൊട്ട് 2000 വരെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ITA ഫിറ്റർ, IT ഇലക്ട്രീഷ്യൻ, ITA പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം ITA വളരെ താഴോട്ട് പോയി. നമുക്കൊരു ITA തുടങ്ങിയാലോ? നല്ല ഇതാണ്, നമുക്ക് ഒരുമിച്ച് ആൾക്കാർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അംഗീകാരം കിട്ടാൻ വലിയ പാടില്ല, ഒരു പാടുമില്ല. അത് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ വേറൊരു കാര്യം, അപ്രന്റീസ്ഷിപ്പ്. പണ്ട് ITA കഴിഞ്ഞിട്ട് 1 വർഷം അപ്രന്റീസ് എവിടെയെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒരുവിധം ജോലി അറിയാവുന്ന രീതിയായിരുന്നു. അതേമാതിരി പോളിടെക്നിക്കലിനും വളരെ സാധ്യതകളുള്ളത്. കാരണം അവരൊക്കെ ഈ അടുത്ത സമയത്ത് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ പഠിച്ച പോളിടെക്നിക്കാരനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അവൻ്റെ ടെക്നിക്കൽ നോളജും വർക്ക് എക്സ്പീരിയൻസും ഇവരൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ റിവാമ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഔട്ട്ഡേറ്റഡ് കരിക്കുലം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ചർച്ച ചെയ്തു. അതിൽ എന്നെ സംബന്ധിച്ചുള്ള ITIയിൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടെന്നുള്ള പുതിയ അറിവാണ്. ഓക്കെ, കാരണം എഞ്ചിനീയർമാരെ പണിയില്ലാതെ നടക്കുമ്പോൾ ITIക്കാർക്ക് പണി ഉണ്ടെന്നുള്ളത് പോലും പുതിയൊരു കാര്യമാണ്, പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ തൊഴിൽ സാധ്യതയുണ്ട്, തൊഴിൽ അവസരങ്ങളുണ്ട്, പക്ഷെ സ്കില്ലില്ല. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് സ്കിൽ ക്രൈസിസിന് പരിഹാരം ഉണ്ടാക്കുന്നത്? ഈ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് ട്രെയിനിങ്. ലാംഗ്വേജ് ട്രെയിനിങ്ങിന് ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സിറ്റീസിലൊക്കെ ഇപ്പോൾ ട്രിവാൻഡ്രോ, കൊച്ചിയോ അല്ലെങ്കിൽ കാലിക്കട്ടൊക്കെ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഒരുവിധം കമ്മ്യൂണിക്കേഷൻസ് ഒരു പേടിയില്ലാതെ ചെയ്യാം. ബാക്കിയുള്ളവരെല്ലാം ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർക്ക് പോലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് അല്ല, അവരുടെ ഒരു വലിയൊരു ഫിയറായി മാറിയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ അത്യാവശ്യമായിട്ട് പഠിക്കണം. നമ്മൾ തുടക്കം മുതലേ ഫോറിൻ ലാംഗ്വേജ്, മലയാളം അല്ലാത്ത ഇംഗ്ലീഷ്, ഇപ്പം പല എല്ലാ ലാംഗ്വേജസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആര് വേണമെങ്കിലും ഒരുപാട് കഴിവുള്ളവരാണ് മലയാളികൾ. അപ്പോൾ ഈ മലയാളികൾ ഇത്രയും കഴിവുണ്ട്, പക്ഷേ പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കത്തില്ല, ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് സ്കില്ല് ട്രെയിനിങ് സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ നടത്തണം. ഇപ്പോൾ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റ്, ഗൾഫ്, വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ജർമ്മൻ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പ് സഹിതം നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാം, പഠിക്കാം, എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ അടുത്ത കാലത്ത് അറിയുന്നത്, സ്ഥിരം യൂറോപ്പിൽ പോകുന്ന മനുഷ്യനാണ് ഞാൻ, ജർമ്മനിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോലും ഫ്രീ ആണ് അവരുടെ ഡിഗ്രി ഒക്കെ. ഒരു ഫീസും കൊടുക്കണ്ട. ഇപ്പൊ ഈ എന്റെ മകനെ ഞാൻ ഇംഗ്ലണ്ടിൽ ഡിഗ്രിക്ക് ചേർത്തത് 1 കൊല്ലം ഫീസ് 18 ലക്ഷം രൂപ ഫീസ് കൊടുത്താ. അങ്ങനെ 3 കൊല്ലം പഠിച്ചാലേ അവരുടെ ഡിഗ്രി പൂർത്തിയാവും. പക്ഷെ ജർമ്മനിയിലായിരുന്നെങ്കിൽ ഫ്രീ ആയിരുന്നു. ജർമ്മനിയിലേക്ക് നമ്മളിപ്പോൾ ആക്ച്വലി കുറേ കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പേര്. ജർമ്മനിയിലേക്ക് 5 ലെവൽ ഓഫ് ലാംഗ്വേജ് ഉള്ള A1, A2, B1, B2,
C1. ഈ 5 ലെവൽ ഓഫ് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവേഷന് കംപ്ലീറ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് അവർ തരും. ഇനിയിപ്പോൾ 4 ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സസിനകത്ത് നമുക്ക് ചെയ്യാം. കാര്യം കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതേമാതിരി ജാപ്പനീസ് ലാംഗ്വേജ് ബേസിക് ലാംഗ്വേജ് റീഡിങ്ങും റൈറ്റിങ്ങും അറിയുകയാണെങ്കിൽ അപാര സാധ്യതകളാണ് ജപ്പാനിലുള്ളത്. 2 ലക്ഷം ആൾക്കാരെയാണ് അടുത്ത 2 വർഷത്തേക്ക് ജപ്പാനിലേക്ക് വേണ്ടത്. കാര്യം ഇവിടുന്ന് നമ്മൾ ശരിക്കും ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ കുറേ കൺട്രികൾ മൈഗ്രേഷൻ മൊബിലിറ്റി എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ജപ്പാൻ. അപ്പോൾ ജപ്പാനീസ് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജപ്പാൻ എന്ന് പറഞ്ഞൊരു ഏജിങ് പോപ്പുലേഷനാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഏകദേശം 60% ആൾക്കാർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവിടെ നോക്കാൻ പോലും ആൾക്കാരില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ജീറിയാട്രിക് കെയർ തൊട്ട് ബാക്കിയുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു സ്കില്ലില്ലെങ്കിലും അവിടെ ജോലി ചെയ്യാൻ പറ്റും. കാര്യം അവിടെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുപോലെ ബാക്കി ഏത് ലാംഗ്വേജിനാണ് സാധ്യതയുള്ളൂ? ഫ്രഞ്ച്, സ്പെയിന്, സ്പാനിഷിന് സാധ്യതകളുണ്ട്. ഫ്രാൻസിൽ അത്രയേ ഉള്ളൂ. സ്പാനിഷിന് സാധ്യതകളുണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയാണ്. നമ്മളിപ്പോൾ ജപ്പാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ലാംഗ്വേജുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. ഹിന്ദി പഠിച്ചാലും സാധ്യതയുണ്ടല്ലോ. ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ വേറൊരു ഏകദേശം നമ്മൾ 5 മില്യൺ 50 ലക്ഷം മലയാളികളാണ് ലോകത്ത് മുഴുവനായിട്ടുള്ളതെന്നാണ് കണക്കുകൾ. അതിനകത്ത് 20 ലക്ഷവും വിദേശത്താണ്, 30 ലക്ഷം ഇന്ത്യക്കകത്ത് തന്നെ. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇന്ത്യക്കകത്തുള്ള 30 ലക്ഷം മലയാളികളുണ്ട്. അല്ല, ഇന്ത്യക്കകത്തുള്ള ഈ മൈഗ്രേഷൻ, അതായത് നമ്മുടെ ഒരു ട്രെൻഡ് നേരത്തെ ഡൽഹി, ബോംബെ, കൽക്കട്ട. അപ്പൊ ഞാന് ബോംബെയില് എനിക്ക് തോന്നുന്നു 25-30 കൊല്ലം മുമ്പ് ഞാൻ 3 മാസം ബോംബെ ട്രൈ ചെയ്ത ആളാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു മാഗസിനിൽ ജോലിയും കഴിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു കാലമുണ്ട് രാജ്യം മുഴുവൻ. അന്ന് ബോംബെയിലെ ഒരിടത്ത് വന്ന് ഞാനൊരു മറ്റേ ഈ മത്തി അടുക്കിയിട്ടിരിക്കുന്ന പോലെ ഒരു പാവിരിച്ച് കിടക്കുന്നിടത്ത് ഒരു മേളത്തെ നല്ല താഴെ ഹോട്ടലിൽ കിടന്നിട്ടാണ് ഞാൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ഇച്ചിരി പിക്കപ്പ് ചെയ്യാൻ വേണ്ട. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് മാറിയില്ലേ? മലയാളികൾ ഇങ്ങോട്ട് തിരിച്ചു വരും. റിവേഴ്സ് മൈഗ്രേഷൻ ആയില്ലേ കേരളം? ഇന്ത്യക്കകത്തെ മൈഗ്രേഷൻ കുറേ, ബാംഗ്ലൂർ ഒഴികെ. എന്നോട് ചിലർ പറഞ്ഞത് ബാംഗ്ലൂർ ഒഴികെ റിവേഴ്സ് മൈഗ്രേഷൻ ആയില്ലേ? ആളുകൾ തിരിച്ചു വരുന്നത് അങ്ങോട്ട് വരവ് കുറഞ്ഞില്ലേ? ഇപ്പോൾ ശരിക്കും ബോംബെയിലോട്ടൊക്കെ വരുന്ന ആൾക്കാർ വളരെ കുറഞ്ഞു. പണ്ട് ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജയന്ത ജനതയിൽ എന്നും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെൻറ്റിൽ 50% പുതിയ ആൾക്കാരും 50% പഴയ ആൾക്കാരും എന്നറിയും. ഇപ്പോൾ പക്ഷേ പുതുതായിട്ട് വരുന്ന ആൾക്കാർ കുറഞ്ഞ്. ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആൾക്കാർ ബാംഗ്ലൂരിലേക്കാണ് കൂടുതൽ. ബാംഗ്ലൂർ ഒഴികെ വേറുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വളരെ കുറവാണ്. പിന്നെ പൂനെയോ വേറുള്ള സിറ്റികളിലേക്കൊക്കെ പോകുന്നുണ്ട്. കാര്യം ഇന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർ, കാര്യം നമ്മളിപ്പോൾ വേൾഡ് ഓഫ് ബിസിനസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 3 റെവല്യൂഷൻസാണ് ബിസിനസ്സിനകത്ത് കണ്ടിരിക്കുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, തന്നെ ഇൻഫർമേറ്റീവ് റെവല്യൂഷൻ ആൻഡ് സോഷ്യൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഇപ്പം ഷാജി ചേട്ടൻ്റെ അച്ഛനോ അവരൊക്കെ ആ സമയത്ത് അന്ന് അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ സർവൈവലിൻ്റെ പാർട്ടായിരുന്നു. അവരുടെ നിത്യവൃത്തിക്കും മക്കളുടെ പഠിപ്പിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷാജൻ ചേട്ടൻ്റെയൊക്കെ സമയം വന്നപ്പോഴത്തേക്ക് അവരുടെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് നമ്മുടെ ആദ്യത്തെ നമുക്ക് സർവൈവലായിരുന്നു. പിന്നീട് നമ്മുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവലിന് വേണ്ടിയിട്ട് സർവൈവൽ കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, നമ്മൾ കംഫർട്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ EMI അടയ്ക്കണം, വണ്ടിയുടെ കാറിൻ്റെ അടയ്ക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി. പക്ഷേ ഇന്ന് നമ്മളുടെ മക്കളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫാണ് അവർ നോക്കുന്നത്. ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അധികം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അവർക്ക് അതേമാതിരി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സിറ്റി ഇത് വളരെ വ്യക്തമാണ്. അതായത് ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്നത് 20 കൊല്ലം മുമ്പ്. ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്ന സമയത്തുള്ള മൈഗ്രേഷൻ 98 മുതലുള്ള സെക്കൻഡ് ജനറേഷൻ ഓഫ് മൈഗ്രേഷൻ UK-ലുള്ളപ്പോൾ മുഴുവൻ പേരും അവിടെ വന്നാൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് നാട്ടിൽ വീട് മേടിക്കാൻ, സ്ഥലം മേടിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 3rd ജനറേഷൻ ഓഫ് ഇമിഗ്രേഷൻ നടന്നു. മുഴുവൻ പേരും അവിടെ ചെന്ന് സെറ്റിൽ ആയാലും ആദ്യം നാട്ടിൽ അവർക്ക് എന്തെങ്കിലും വിറ്റിട്ട് അങ്ങോട്ട് കൊടുത്താൽ അവിടെ അവർ സെറ്റിൽ ചെയ്യുക, ടൂർ അടിക്കുക രീതിയിലേക്ക് മാറും. വല്ലാത്തൊരു മാറ്റം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതന്നെ ഇപ്പം ഇന്ന് അവർ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു ലീസ് പ്രയോറിറ്റിയാണ്. അവർക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഐ ആം റെഡി ടു പേ 50,000 or 60,000 rupees റെന്റ് കൊടുക്കുക. എനിക്ക് ഹെഡേക്ക് വേണ്ട. എൻ്റെ ജോലി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ ഈ വീടും വിളിച്ചുകൊണ്ട് പോകണ്ടല്ലോ, എവിടെ പോയി റെന്റിൽ. ഇപ്പോൾ റെന്റിൽ ഇത് കൂടാനുള്ള കാര്യം അതാണ്. റിയൽ എസ്റ്റേറ്റിനകത്ത് ഇന്ന് യങ്ങസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ യങ്ങസ്റ്റേഴ്സ് അവർ സ്വന്തമായിട്ട് വീടുകൾ വെക്കാനോ അവരെല്ലാം ഇതേമാതിരി പോലും ടെമ്പററി ആണ്. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ മൈഗ്രേഷൻ ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയാലും ബാംഗ്ലൂർ വരെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ ഇസ് എ സിറ്റി. എല്ലാ കാര്യങ്ങൾക്കും അതിപ്പോൾ ജോലിയാണെങ്കിലും ബാക്കിയുള്ള ക്വാളിറ്റി ഓഫ് ലൈഫിനും ക്വാളിറ്റി ഓഫ് ലൈഫും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ ഒരു ക്വാളിറ്റി
ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ സിന്തൈറ്റ്സ് അറിയാമായിരിക്കുമല്ലോ, വിജു ജേക്കബ്, അദ്ദേഹം നമ്മുടെ കൊച്ചി ഓഫീസ് ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളുടെ സമയത്ത് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കോലഞ്ചേരിയിലെ കംപ്ലീറ്റ് കോംപ്ലക്സ് പോയി നടന്ന് നമ്മളിത് കണ്ടതാണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്, ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ടുന്ന പക്ഷേ പുള്ളി പറഞ്ഞ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരും 6-7 മാസം കൂടുതൽ നിൽക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടുന്ന എൻജോയ്മെൻറ്റോ ലൈഫ് സ്റ്റൈലോ ഇവിടെ കിട്ടുന്നില്ല. അവർ കൊച്ചി പോകണമെങ്കിൽ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇന്ന് ആൾക്കാർക്ക് വേണ്ടത് ഈവനിങ്ങിൽ പോയിട്ട് പബ്ബിലോ ബാറിലോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള എല്ലാ ഫെസിലിറ്റീസും വേണ്ടുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊരു മെക്കാനിക്കൽ ലൈഫിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്ന, അവർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് അവരുടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ട്രെസ്സാണ്. അപ്പോൾ അവർ വൈകുന്നേരത്ത് അവർക്ക് ആ സ്ട്രെസ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റികളാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മകനൊക്കെ ബോംബെയിലെ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഒരു കാര്യം അനുസരിച്ചിട്ട് അവർ ചെറുപ്പം മുതൽ തന്നെ പബ്ലിക് സ്പീക്കിങ്ങും സ്റ്റേജ് ഫിയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യന് 2 രീതിയിലുള്ള ഫിയറുള്ള, ഒന്ന് ഡെസ്ക് ഫിയർ, സെക്കൻഡ് സ്റ്റേജ് ഫിയർ. ഇപ്പോൾ ഏത് ആൾക്കാരും, ഇപ്പം ഞാൻ പോലും ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ചു നേരം നമുക്കൊരു ഫിയർ ഉണ്ടാവും. അപ്പം അത് എന്നോട് ഇടയ്ക്ക് വെച്ച് കേസ് ചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ധൈര്യപൂർവ്വം പറയുന്നത്. ചിലർക്കുണ്ട് ഫിയറുണ്ട്. കാരണം ഒരു കുറച്ച് സമയം ഉണ്ടാവും. ഈ ഫിയർ, സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആൾക്കാർക്കും ഭയങ്കര കഴിവുകളുണ്ട്. പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ട് വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അവരെ ഈ സോഫ്റ്റ് സ്കിൽ അനുസരിച്ചിട്ട് പഠിപ്പിക്കാറുള്ളൂ. പിന്നെ സോഷ്യൽ ബിഹേവിയർ, നമ്മൾ എങ്ങനെ ആൾക്കാരോട് സോഷ്യലി ബിഹേവ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ സ്കൂളിലെ സോഫ്റ്റ് സ്കില്ലിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. ഇന്ന് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ സൂയിസൈഡാണ്. പക്ഷേ ഈ കാര്യം പാസ്സായില്ലെങ്കിൽ, എക്സാമിന് പാസ്സായാൽ പോരാ, അവർ ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇന്ന് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോവുക. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഇന്ന് ഏറ്റവും വലിയ കാര്യം. ഒരു ബിസിനസ്സിനകത്ത് സക്സസ് ആകണമെങ്കിലോ ഒരു ലീഡർഷിപ്പ് സ്കില്ലിൽ നമ്മൾ സക്സസ് ആകണമെങ്കിലോ പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ തന്നെ ഇത്രയും ക്രൈസിസ് കൂടെ ഷാജൻ ചേട്ടൻ പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും തിരിച്ചിവിടെ വന്നിരിക്കാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആദ്യം മുതലേ ഈ പണിക്ക് ഇറങ്ങിയപ്പോഴേ ഈ പണിയെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം ഭയമാണ്. ഞാൻ ആ ഭയത്തെ അങ്ങ് കില്ല് ചെയ്തിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ ഭയത്തെ നമ്മൾ കില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൻ്റെ ബാക്കി നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രിപ്പയർ ഫോർ എവറിത്തിങ്, എല്ലാത്തിനും നമ്മൾ തയ്യാറാണ്. ശരിയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, അത് വരാൻ പോകുന്നതിനെ അനുഭവിക്കുക എന്നുള്ള ധൈര്യം അതങ്ങ് നടക്കും. ആ രീതി വരുന്നതാണ്. അപ്പം എൻ്റെ മകനെ ഞാൻ ലെസ്റ്റർ ഡി മോൺഫോർട്ട് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ചേർത്തു. ഞാനത് 2 കാരണങ്ങൾ കൊണ്ടാണ് ചേർത്തത്. ഒന്ന്, മകനുമായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവന് താല്പര്യമാണ്. അവൻ ഈ ഇൻ്റർനെറ്റിൽ തന്നെ ഇരുന്ന് ആഗ്രഹിക്കുന്ന പഠിക്കുന്ന ആളുമാണ്. 2, എനിക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞ് ഇനി വരാൻ പോകുന്നത് ഇത്തരം സ്കില്ലുകളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും 3D പ്രിൻറ്റിങ്ങിൻ്റെയും ഇത്തരമുള്ള ഒരു നവീന സാധ്യത. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത് ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ? ഇപ്പം മാൻ പവർ, ഇപ്പം നമ്മൾ പറഞ്ഞിപ്പം തിരുവനന്തപുരത്ത് മാൻഹാളിൽ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അപ്പാണ് നമ്മൾ ജനറിക് റോബോട്ടിക് എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത്. അവർ പറഞ്ഞു ഇനി നിങ്ങൾ ആരും ഇറങ്ങണ്ട, ഞങ്ങൾ റോബോട്ടിനെ വിട്ടോളാം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലാണ്. അപ്പം ഈ ലെവലിൽ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യാൻ മെഷീൻ പവറിന് കഴിയുന്ന കാലം വരുമ്പോൾ മനുഷ്യൻ സർവൈവ് ചെയ്യാനുള്ള സ്കിൽ മാറ്റേണ്ടി വരും. അപ്പം ITIയുടെ കാര്യമൊക്കെ നമ്മൾ പറയുമ്പോഴും എത്ര കാലം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഏതാണ് ഈ AI അടക്കമുള്ള സാധ്യതകളിലേക്ക് കടന്നാൽ? കാര്യം നമ്മളിപ്പം ഈ കോവിഡിന് ശേഷം നമ്മുടെ വേൾഡ് ഓഫ് വർക്കിംഗ് എൻവയറമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളി ഓട്ടോമേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഈ ആപ്പിൾ മാനുഫാക്ചറിംഗ് കാര്യം ഞാൻ പറയാം. ഫോക്സോൺ കമ്പനി ചൈനയിൽ ഏകദേശം 20 ലക്ഷം ഫീമെയിൽസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 5 വർഷത്തിന് മുമ്പ് വരെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി. പക്ഷേ 60% ഓഫ് ദ വർക്കേഴ്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ഓട്ടോമേഷൻ. അപ്പോൾ 60%. കാര്യം അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും അതിൻ്റെ ആക്യുറസി അത് ഭയങ്കര 100%. മാൻ ഹാൻഡ്സിന് ചെയ്യാവുന്നതിനേക്കായി കൂടുതൽ വളരെ കാര്യമായിട്ട് ഇതിന് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ലൈറ്റ് വേണ്ട, AC വേണ്ട, ബ്രേക്ക് കൊടുക്കുക. 8 hours ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബ്രേക്ക് വേണ്ട, 24 hours ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മേഖലകളിലും ഓട്ടോമേഷൻ വളരെ കാര്യമായിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ദ ബെസ്റ്റ് ചോയ്സാണ് മോൻ പഠിച്ചത്. അതേമാതിരി 3D പ്രിൻറ്റിങ്, ഡേറ്റ അനലിറ്റിക്സ്, 3D ആനിമേഷൻ, VFX, അതേമാതിരി ബയോടെക്നോളജി, നാനോ ടെക്നോളജി, ഇതെല്ലാമാണ് വരാൻ പോകുന്ന സാധ്യതകൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സർവേ അനുസരിച്ചിട്ട് 2030 ആകുമ്പോഴത്തേക്ക്
വരാൻ പോകുന്ന 30% ജോബുകൾ ഇന്ന് എക്സിസ്റ്റിംഗ് അല്ല. അവർക്ക് അറിയത്തില്ല. അപ്പോൾ 2030 കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തുള്ള റിസർച്ചും ബാക്കിയുള്ള എല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പം ഷായൻ ചേട്ടൻ്റെ പോകാൻ അഗ്രഗണ്യനായെന്ന് വരാം. അപ്പോൾ അതേമാതിരി എല്ലാ മേഖലകളിലും ഓട്ടോമേഷൻ വളരെ കാര്യമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് 5 മില്യൺ ആൾക്കാർക്ക് ജോലി ഓട്ടോമേഷൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കകത്ത് ഓട്ടോമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ HR ഇൻഡസ്ട്രി തന്നെ വളരെയേറെ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു 2 വർഷത്തിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് CVs ഞങ്ങൾ ക്ലയൻസുകളൊക്കെ അയക്കും. അപ്പോൾ സൗദി അറേബ്യ മാതിരിയുള്ള ക്ലയൻസുകളുടെയൊക്കെ അയക്കുമ്പോൾ CVകൾ നമ്മൾ നേരത്തെ അയക്കുമ്പോൾ നമുക്കൊരു 60% അക്സെപ്റ്റൻസ് വരെ, ഇത് 10-15% പോലും അക്സെപ്റ്റ് തിരിച്ചു വരുന്നുണ്ട്. പിന്നീടാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞ സമയത്ത് CVs പോലും സ്ക്രീൻ ചെയ്യുന്നത് AI ആണ്. ഇപ്പോൾ AI കൊടുത്തിരിക്കുന്ന കമാൻഡ് അനുസരിച്ചിട്ട് സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് CVക്കകത്ത് അവർ കിട്ടത്തില്ല, അപ്പോൾ റിജക്റ്റ് ആവും. പിന്നീട് അവരോട്ട് മനസ്സിലാക്കിയ ശേഷം അവരുടെ JD കാൻഡിഡേറ്റ്സിനോട് കൊടുത്തിട്ട് പറയാം, നിങ്ങൾ ഇൻകോർപ്പറേറ്റ് CV വിത്ത് ഈ പറയുന്ന JD ആയിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വരും. അപ്പം അത് ഏത് മേഖല, ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈ ആയിരക്കണക്കിന് CVs നമ്മളുടെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഓരോരുത്തരും ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഫോൾഡറിലേക്ക് മാറണം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഏത് ഫോർമാറ്റ് വന്നു കഴിഞ്ഞാലും AI ടൂൾ അനുസരിച്ചിട്ട് ഞങ്ങൾ ഫുള്ളി നമ്മൾ 100% AI റണ്ണാണ് ഞങ്ങളുടെ സിസ്റ്റം മുഴുവനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് CVs സ്ക്രീൻ ചെയ്യാനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസേ. അപ്പോൾ ഇന്ന് എല്ലാ മേഖലകളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം റെസ്റ്റോറൻറ്റുകളിലാണെങ്കിൽ പോലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചെറിയ പ്രസ്ഥാനങ്ങളിൽ പോലും റോബോട്ടിക്സും ബാക്കിയുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കടന്നുപോയി. എനിക്ക് 1-2 കാര്യങ്ങൾ. അങ്ങ് ബേസിക്കലി എവിടുത്തെ കൊല്ലംകാരനാണ്. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ ക്ലാപ്പന എന്ന് പറയുന്ന അവിടെയാണ്. ക്ലാപ്പന ഒരു ചെറിയ ഗ്രാമമാണ്, വള്ളിക്കാവിനടുത്താണ്. വള്ളിക്കാവിനും 1 കിലോമീറ്റർ മാറിയാണ്. ഞാൻ അവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ പ്രീ ഡിഗ്രി വരെ ഞാൻ കേരളത്തിലായിരുന്നു. ഞാൻ ഫാത്തിമ കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിൽ IITയുടെ എൻട്രൻസ് എഴുതാൻ 1984 പോയതാണ്. അപ്പോൾ IIT കിട്ടിയില്ല. എൻ്റെ അച്ഛനും അമ്മയും ബോംബെ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ അച്ഛനാണ് ഞങ്ങളുടെ ഈ സീഗൾ എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയൊരു ട്രാവൽ ഏജൻസി ആയിട്ടന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ പാർട്ടേ അല്ലായിരുന്നു. അച്ഛൻ ട്രാവൽ ഏജൻസി ആയിട്ട് തുടങ്ങി. അന്ന് ബോംബെയിൽ കേരളത്തിൽ നിന്നും വരുന്ന നാട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ ഓരോ ആൾക്കാരെടുത്തുകൊണ്ട് പറഞ്ഞു വെച്ചിട്ട് അവരൊക്കെ വിദേശത്ത് പോയി. അങ്ങനെ ആ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അന്ന് അച്ഛന് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് അവരെല്ലാം വലിയ പൊസിഷനിലേക്ക് എത്തി. അപ്പം നമുക്ക് വളരെയേറെ അവരുടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തത്. 85 ഈ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 അപ്പോൾ 91 ഞാനതൊരു പാർട്ണർഷിപ്പ് ബേസിസിലായിട്ട് റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ട് അന്ന് ഈ അയോധ്യയിലെ പ്രോബ്ലംസൊക്കെ വന്ന് ബോംബെ റൈറ്റ്സൊക്കെ വന്നിട്ട് കുറച്ച് നിന്ന് പിന്നെ നമ്മളത് ഗ്രാജുവലി 2000 തൊട്ടാണ് നമ്മൾ ഫുൾ സ്വിങ്ങിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് രംഗത്തേക്ക് വന്നത്. ആദ്യം ബോംബെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഗ്രാജുവലി നമ്മൾ കൊച്ചി, ചെന്നൈ, ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ 10 രാജ്യങ്ങളിലായിട്ട് നമുക്ക് 15 അവിടെ എല്ലാം പോകാറുണ്ടോ? അവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഞാൻ പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എവറി വീക്കിൽ നമുക്ക് എല്ലാ ഓഫീസുകളിലോട്ട് നമ്മൾ ബ്രാഞ്ച് മാനേജേഴ്സ് മീറ്റിംഗ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മക്കളും ഭാര്യ? എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്. മോള് MBA കഴിഞ്ഞിട്ട് ഇപ്പം ഓഫീസിൽ ജോയിൻ ചെയ്ത്. മോളാണ് നമ്മുടെ അഡാനി പ്രോപ്പർട്ടീസിൻ്റെ ഇപ്പോഴത്തെ അവരുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പോയിട്ട് അവിടെ ഇരുന്നുണ്ട്. എൻ്റെ മോനിപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവന് കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞത്. പുള്ളി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് പോകണമെന്നാണ് പുള്ളിയുടെ താല്പര്യമുള്ളതുകൊണ്ട് ഓഫീസിൽ തന്നെ ഇപ്പം ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ബ്രാൻഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും അതിലൊക്കെയാണ് പുള്ളി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ബോംബെയിൽ സഹോദരനുണ്ട് അല്ലേ? ഒരു സഹോദരൻ ബോംബെയിലുണ്ട്, ഒരു സഹോദരൻ എനിക്ക് സൗദി അറേബ്യയിലുള്ളത്. അപ്പോൾ അവരൊന്നും ഇതിലേക്ക് അവരവരുടെ വഴിയെ പോകുന്നു. അവരെല്ലാം സൗദി അറേബ്യയിലുള്ള സഹോദരൻ അവരുടേതായ പുള്ളിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് പല ഇൻറ്റീരിയർ ഡിസൈനിങ്ങും വേറുള്ള കോൺട്രാക്ടിങ് കമ്പനി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഞാൻ കേട്ടിട്ടുള്ള സുരേഷ് വലിയൊരു ഗുരുദേവ ഭക്തനാണെന്നാണ്. ശിവഗിരിയുമായി വലിയ അടുപ്പമുണ്ടെന്നാണ്.
ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു ചുമതല സ്ഥിരമായി വഹിക്കുന്നുണ്ടല്ലേ? ഞാൻ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചെയർമാനായിരുന്നു. 85ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ചെയർമാനായിരുന്നു. അന്നാണ് ഷാജിൻ ചേട്ടൻ ആദ്യമായിട്ട് ശിവഗിരിയിൽ വന്നിട്ട് പ്രസംഗിച്ചതൊക്കെ ഞാൻ വിളിച്ചത്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യം വൈസ് ചെയർമാനായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനായിരുന്നു പിന്നീട് കുറേ നാൾ ചെയർമാനായിട്ടൊക്കെ ഇരുന്നതൊക്കെ. അപ്പോൾ ഞാൻ വൈസ് ചെയർമാനും പിന്നെ ബാക്കിയുള്ള പല തീർത്ഥാടനത്തിൻ്റെ ചെയർമാനായിട്ട് വെള്ളാപ്പള്ളി ഇരുന്നിട്ടുണ്ടോ? വെള്ളാപ്പള്ളി പിന്നെ ശിവഗിരി വെള്ളാപ്പള്ളി തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് പ്രശ്നം മാറിയതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു 2-3 വർഷം ചെയർമാനൊക്കെ ആയി. അദ്ദേഹം സജീവമല്ലെന്ന് തോന്നുന്നു ചെയർമാനാണ്. വരും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവഗിരി ഇതൊക്കെ ആയിട്ട്. ശിവഗിരിയായിട്ട് ഇത് ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? ശിവഗിരിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ചെറുപ്പം മുതലേ ഗുരുദേവനെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവിയായിരുന്നു. പക്ഷേ ഗുരുദേവനോടുള്ള വളരെ അടുത്തൊരു ബന്ധം മീൻസ് ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 2 ഗ്രാൻഡ് മദേഴ്സും അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടുള്ളവരാ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഗുരുദേവനും അതും ഇതൊക്കെ ആയിട്ടുള്ള ചെറുപ്പം മുതൽ. പക്ഷേ ഗുരുദേവന നമ്മളൊക്കെ ഗുരു എന്നുള്ള രീതിയിൽ അറിയുള്ളൂ. പക്ഷേ ഞാൻ ബോംബെയിൽ പോയതിനു ശേഷമാണ് ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അന്ന് ബോംബെയിൽ ശ്രീനാരായണ മന്ദിരസമിതി എന്നും പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 60 വർഷത്തിന് മുകളിലുള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഡോക്ടർ കെ ദാമോദരൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഫേമസ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. പുള്ളി ലണ്ടനിൽ നിന്നാണ് ന്യൂക്ലിയർ സയൻസിൽ PhD ഒക്കെ എടുത്ത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ സയൻറ്റിഫിക് ഡിവിഷൻ്റെ ഹെഡായിട്ടാണ് അദ്ദേഹം റിട്ടയർഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഓർഗനൈസേഷനാണ്. അവിടെ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ പഠിക്കാനുള്ള അവസരം, ഈവൻ ദൈവദേശവും ഗുരുദേവനെ എഴുതിയത് പോലും ഞാൻ അറിയുന്നത് ബോംബെ ചെന്നതിന് ശേഷം. എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദേഴ്സ് രാവിലെ എന്നും വൈകിട്ടും ചൊല്ലുന്നതായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു. അപ്പം പക്ഷേ പിന്നെ ഗുരുവിനെ കുറിച്ചിട്ട് പഠിക്കുകയും നമ്മളതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഗുരുവിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ഡീപ്പായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ കുറച്ച് പഠിച്ചപ്പോൾ നമുക്ക് ഗുരുവിനോടുള്ള ഒരു ആദരവും ആ ഗുരുവിൻ്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പിന്നെ ശിവഗിരി മഠവും അങ്ങനെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് മനുഷ്യനെല്ലാവരും ഒന്നാണെന്ന് കാണുന്ന ആ ഒരു ഫിലോസഫി, അതാണ് നമുക്ക് ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഗുരുദേവനോടുള്ള ഒരു നമുക്ക് ലാഭത്തിൻ്റെ ഒരു പങ്ക് ഗുരുദേവ അത് ഗുരുദേവ പ്രസ്ഥാനമല്ല, ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.